ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചത് കാരണം ഞാനിത് സ്കിപ്പ് ചെയ്താണ് കേട്ടോ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മോള് പോകാനായിട്ട് ക്ലാസ്സിന് പോകാൻ ഇറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ മഴയില്ല, അതുകൊണ്ട് സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. മഴയുള്ള ദിവസം ഓട്ടോയിൽ വിടും, അല്ലെങ്കിൽ മോൻ ഇവിടെ ഉള്ള ദിവസമാണെങ്കിൽ മോൻ കൊണ്ടുവന്നാക്കും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലൊക്കെ എറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നല്ല മഴയൊക്കെയാണ്, ഇപ്പോൾ ഒരു തോർച്ചയില്ലാതെയാണ് നമുക്കിവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെയൊന്നല്ല, എല്ലായിടത്തും മഴയാണ്. അപ്പോൾ ഇത് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നു. ഞാനത് എഡിറ്റ് ചെയ്തിടാനായിട്ട് എനിക്ക് പറ്റാഞ്ഞുകൊണ്ട് ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ സമയം കിട്ടിയതുകൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ നല്ല വെയിലായത് കാരണം ഞാൻ മുളകും മല്ലിയൊക്കെ ഉണക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതെല്ലാം കഴുകിയൊക്കെ എടുത്ത് ഉള്ള വെയിലത്ത് ഉണക്കിയെടുക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്നും ഉണങ്ങി കിട്ടത്തില്ല, എന്നാലും ഇതിന് 2 ദിവസം കൂടെ വെയിൽ കൊള്ളിക്കണം. പിന്നെ തുണികളൊക്കെ ഒരുപാട് ഉണങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കഴിയതുകൊണ്ട് ഇന്ന് കഴിയതുകൊണ്ട് അങ്ങനെ അതൊക്കെ വിരിച്ചൊക്കെ ഇട്ടിച്ചൊക്കെ വന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കറി വയ്ക്കാനായിട്ട് എന്തെങ്കിലും, അപ്പോൾ പീച്ചിങ്ങ, നാടൻ പീച്ചിങ്ങ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് പൊള്ളിക്കാനായിട്ടാണ് ഞാൻ കേട്ടോ നീളത്തിലരിഞ്ഞത്. അങ്ങനെ കറികൾ വയ്ക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ പിന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണല്ലോ എടുത്തത്. മാങ്ങാച്ചാറുണ്ടായിരുന്നു, പിന്നെ പീച്ചിങ്ങ പൊള്ളിച്ച് ചേമ്പ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ടേ. അങ്ങനെ ഊണ് വിളമ്പിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ചേമ്പ് കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം പോലെ ഞാനത് എഡിറ്റ് ചെയ്ത് റെസിപ്പി ആയിട്ട് ഇടാം. പിന്നെ വേറെയും കുറച്ച് കറികളുടെ കൂട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സമയം കിട്ടുന്ന പോലെ ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് വൈകുന്നേരമാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനവിടെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നതായിരുന്നേ. രാവിലെ വെയിലെറിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വെയിലൊരു 12:30 വരെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ആ മുളകും മല്ലിയും എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിലെറിക്കുന്ന ദിവസം വേണ്ടിയിട്ട് ഉണക്കി എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തെളിവ് കണ്ടപ്പോൾ പുറത്തിറങ്ങി ഒന്ന് അടിച്ചു വരാമെന്നൊക്കെ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പുറത്തും അകത്തും ഒക്കെ ഒരുപാട് ഇലകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നേരെ അടുക്കളയിൽ തന്നെ വന്നിട്ട് നമുക്ക് ചായ ഇടണമായിരുന്നു. അപ്പോൾ മോള് ക്ലാസ് കഴിഞ്ഞൊക്കെ വരാനൊക്കെ ടൈമൊക്കെ ആയി. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു ദിവസത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയും ഞാൻ എടുത്തുള്ളായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് ഞാൻ ഇനി കാണിക്കുന്നത്. പിറ്റേ ദിവസത്തെ രാവിലെ എപ്പോഴത്തൊട്ട് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ മോൾക്ക് ക്ലാസ്സിന് പോവുകയും വേണം. അപ്പം നല്ല മഴയാണ്, സൈക്കിളിൽ പോകാനും പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ക്ലാസ്സിന് പോകണോ, അല്ലെങ്കിൽ നമുക്ക് നാളെ പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ച്. പക്ഷെ മോൾക്കത് പോയാലേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഒരു ദിവസം ക്ലാസ്സിന് പോയില്ലെങ്കിൽ അറിയാമല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആ ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടാലുള്ള കാര്യം, പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകാതെയൊക്കെ പോകും. ഓൺലൈനായിട്ട് നമുക്ക് ഈ ക്ലാസ് എടുക്കാറുണ്ട് കേട്ടോ. 6 മാസത്തെ കോഴ്സാണ്. അപ്പോൾ ഓൺലൈനായിട്ട് വേണ്ട, അവിടെ പോയി പഠിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചേർത്തത്. അപ്പോൾ ഈ മഴയത്ത് സൈക്കിൾ എന്തായാലും പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഓട്ടോ വിളിച്ചിട്ട് വണ്ടിയിൽ വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണിച്ചുളങ്ങര ചെന്നിട്ട് അവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. ചെറുതല ചെന്നിട്ട് അവിടുന്ന് കടവന്തറയ്ക്ക് ആണ് പോകുന്നത്. അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. ആ ഓട്ടോയിൽ കയറി മോളെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഉപ്പുമാവും സോയ റോസ്റ്റ് ചെയ്തില്ല, ഫ്രൈ ചെയ്തെടുത്തതാണേ. സോയ അത് ഫ്രൈ ആക്കി എടുത്തിട്ട് ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയും. പിന്നെ ഉപ്പുമാവിൻ്റെ കൂടെ എല്ലാവർക്കും സോയ അല്ല കേട്ടോ, പഴമുണ്ട്. പാളയംകുടം പഴം അനിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമായിരുന്നു. അധികം പഴുക്കാത്ത പഴം തേടിയാണ് പോയത്, പക്ഷെ കിട്ടിയില്ല. കുറച്ച് പഴുത്ത് പോയതായിരുന്നു. എന്നാലും സാരമില്ല, പാളയനല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അങ്ങനെ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ദിവസവും ഇതുപോലെയാണല്ലോ, ഉച്ചയാകുമ്പോഴത്തേക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ഒരു ആലോചനയാണ്. അപ്പോൾ പീച്ചിങ്ങ പിന്നെ തോരനാക്കി എടുത്തത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പീച്ചിങ്ങ തോരൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ പൊള്ളിക്കുന്നതിന് പല രീതിയിൽ നമ്മൾ ചെയ്യുമെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ. പീച്ചിങ്ങ കറി വയ്ക്കും, പീച്ചിങ്ങ പൊള്ളിക്കും, പീച്ചിങ്ങ തോരൻ വയ്ക്കും. അതേ മുട്ടയും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേന ഉണ്ടായിരുന്നു. അപ്പോൾ ചേന തീയൽ വെച്ച് കേട്ടോ. ചേന തീയൽ വെച്ചെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ ഈ തീയലുണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ കറികളൊക്കെ അതൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോകണം. പിന്നെ എനിക്കൊന്ന് ത്രെഡ് ചെയ്യാനും കൂടെ കയറാനുണ്ട്. കഴിഞ്ഞ ദിവസം മക്കൾ പോയപ്പോൾ എന്നെ വിളിച്ചതാണ്. അപ്പോൾ എനിക്കൊന്ന് പോകാനായിട്ട് ഒത്തില്ലായിരുന്നേ.
അടുത്ത ദിവസം 2 കല്യാണത്തിനൊക്കെ പോകേണ്ടതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഉഷക്കുട്ടി നമ്മുടെ ഗേറ്റിന് വെളിയിൽ വന്ന് കിടക്കുകയാണ്. അവൾ എല്ലാ വീടുകളിലൊക്കെ കഴിക്കാനൊക്കെ പോകുന്നതാണ്. പക്ഷേ ഇവിടെ വന്നാണ് എപ്പോഴും കിടക്കുന്നത്. അത് അവിടെ ഒരു സ്പോട്ടാണത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും നല്ല മഴയൊക്കെ ആയിരുന്നു. രാത്രി ആയപ്പോഴും മഴ തോർന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ടാറ്റാ.